എന്താ ഉള്ളില് പൊട്ടിക്കാൻ പോവാ. എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഒരക്ഷരം പോലും തെറ്റിയില്ല. ലാലേട്ടന്റെ കഥാപാത്രം അഹമ്മദ് അലി. പൃഥ്വിരാജിന്റെ പ്രായം കൂട്ടുകയാണെങ്കിൽ 10, 40, 35 കൂട്ടിക്കോ കഥാപാത്രം. അപ്പൊ ലാലേട്ടന്റെ കഥാപാത്രം ഏകദേശം 85-90 വയസ്സുണ്ടാവും. എനിക്കൊന്നും മനസ്സിലാവണില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, ഓണത്തിന് വന്നിട്ടുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ, അതേപോലത്തെ ഒരു സെറ്റപ്പ് കൈൻഡ് ഓഫ് മേക്കപ്പ് ആണ്. ഈ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ലാലേട്ടൻ വന്ന സമയത്ത്. കാരണം ഇതെത്ര നാളെ ഈ പരിപാടിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആരോടും ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു. പിന്നെ ലൂസിഫറിനകത്ത് ഓൾറെഡി പൃഥ്വിരാജ് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പം പൃഥ്വിരാജ് ഇത് കാണുന്നില്ലേ? പുള്ളി തന്നെ ചെയ്തു വെച്ച സാധനമാണ്. അല്ല, എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കണം. ഇവന്മാരുടെ തലക്കൊക്കെ ഭ്രാന്താണ്. ഇവിടെ താഴത്തുള്ള നിങ്ങളുടെ തലക്കെന്താ വട്ടുണ്ടോ? കറക്റ്റ്. നിങ്ങൾ പടം കണ്ടെന്ന് മനസ്സിലാവും. ലൂസിഫറിൽ അവസാനം ലാലേട്ടൻ വരുന്നല്ലേ, ആ ഒരു വെതർ വരെ. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാൻ നല്ല മുഴുപ്പുള്ള പാലാ. മഞ്ഞൊക്കെ ഇങ്ങനെ പാറുക, എന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെ വരിക. കൂടെ നടന്ന പാറവെക്കല അവന്റെ പണി. എന്തിനാ പോലെ സ്കാം ആണോ? ഇനി ഇങ്ങനെ പടം ഇറക്കും. ഇനി ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ലാലേട്ടൻ ഫാൻസ് പടം കയറാൻ വേണ്ടി കാണും. സോറി പോടാ നായേ. നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ടത്. അങ്ങനെ വലിയ മാർക്കറ്റ് ഉണ്ടാക്കാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇതൊക്കെ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് പരിപാടി നടക്കുള്ളൂ. കള്ളനവൻ പെരുങ്കള്ളൻ എന്റെ കൈ കെട്ടിണ്ടില്ല. ഇത് പരിപാടി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ ആരുണ്ടായി കഴിഞ്ഞ കാര്യമില്ലല്ലോ. അപ്പൊ അതാണ് ലാലേട്ടനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊണ്ടുവരാ ഗാമിയായിട്ട്. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. അപ്പോ അതാണ് ലാലേട്ടന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഏത് ഗുളിയം കയറിയ സമയത്താടോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്. ലാലേട്ടനെ ഇപ്പം സീനിയർ മാൻഡ്രൈക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും ലാലേട്ടൻ കണ്ട ആൾക്കാർ കൈയടിക്കും ഫസ്റ്റ് ഡേ. ആരാധകർക്കിടയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. എന്താ പ്രയോജനം? ഈ എറിയ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. അത് വിചാരിച്ചിട്ട് ലാലേട്ടന്റെ കഥാപാത്രം, അതായത് ആ കഥാപാത്രത്തിന് ഉണ്ടാവേണ്ട ഒരു യാതൊരു ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതല്ല. ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു. ഇതിനൊരു അവസാനമില്ലല്ലോ ബോസ്. ലാലേട്ടൻ ഇപ്പൊ അടുത്തിലുണ്ട്. അപ്പൊ അവസാനം ഒരു സ്റ്റാറ്റസ് ഇടാനോ അല്ലെങ്കിൽ ഇവർക്ക് പ്രൊമോട്ട് ചെയ്യാനോ. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ. നീ എന്തിനാ മോനെ ഈ നരകത്തിന്റെ കൂടെ നടക്കണേ? ഇതിന്റെ സീക്വല് പോയിട്ട് ഇത് തന്നെ കണ്ടു തീർക്കാൻ പെട്ട പാട്. പട്ടിക്കുട്ടി ചന്തയ്ക്ക് പോയ പോലെ ആയില്ലേ. ഇനി കുറച്ചു ദിവസത്തേക്ക് ഒരു മുറി എടുത്ത് അവിടെ ഒളിച്ചിരിക്കാം. രഞ്ജി പണിക്കരുടെ ഒരു ക്യാരക്ടർ ഉണ്ട് അച്ഛനായിട്ട്. പുള്ളി ഇതിൽ നൈസായിരുന്നു. പുള്ളി ഞാൻ എപ്പോഴും പറയുന്ന പുള്ളി ഏറെ പിടിച്ചിട്ട് ഇതുവരെ ഏറെ പിടുത്തമില്ല. ഒരു പഞ്ചപ്പാവും പക്ക അച്ഛനായിട്ടുള്ള. ഭാഗ്യം എന്റെ പേരില്ല. ആ ഒറ്റ കാര്യത്തിലാണ് എനിക്ക് നിന്നോട് അസൂയ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.